നമസ്കാരം. ഞാൻ ഡോക്ടർ ദീപു രവി, ആറ്റിങ്ങൽ സാന്ത്വന ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഞങ്ങളിവിടെ ഹോമിയോപ്പതി കൂടാതെ ചെയ്യുന്നൊരു നൂതന ചികിത്സാ രീതിയാണ് ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി. ഇത് നട്ടെല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള വളരെ ഈസി ആയിട്ട് പരിഹാരം കാണാൻ കഴിയുന്നൊരു ചികിത്സാ രീതിയാണ്. ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടെല്ലിൻ്റെ ഒരു സ്വഭാവം അത് സ്ഥിരമായിട്ട് ഏത് ഷേപ്പിൽ വെക്കുന്നോ ആ ഷേപ്പിലേക്ക് മാറാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മുടെ നട്ടെല്ല് സ്വാഭാവികമായി ഇരിക്കേണ്ട ഷേപ്പിൽ നിന്ന് മാറുമ്പോൾ, അതായത് നമ്മുടെ തെറ്റായ ഇരിപ്പോ അല്ലെങ്കിൽ തെറ്റായ നടപ്പോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ബോഡി പോസ്ചറുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഷേപ്പിൽ നിന്നത് മാറിപ്പോകും. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ശരീരത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവുകയോ അല്ലെങ്കിൽ നട്ടിൽ വേദനയോ ഡിസ്ക് ബൾജോ അല്ലെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസ് അങ്ങനെയുള്ള രോഗങ്ങൾക്കോ അത് വഴിതെളിക്കും. ഇതിനെ നോർമലായിട്ടുണ്ടായിരിക്കേണ്ട ഷേപ്പിലേക്ക് അതിനെ കൊണ്ടുവന്നുകൊണ്ട് പരിഹരിക്കാവുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി. ഇപ്പോൾ നമുക്ക് MRI സ്കാൻ എടുക്കുമ്പോൾ ഡിസ്ക് ബൾജ് കാണാം, അല്ലെങ്കിൽ സ്കോളിയോസിസ് കാണാം, സൈഡിലേക്കുള്ള വളവുണ്ടാവുക, അല്ലെങ്കിൽ ലംബാർ സ്ട്രൈറ്റനിങ് അല്ലെങ്കിൽ സെർവൈക്കൽ സ്ട്രൈറ്റനിങ് പോലുള്ള ഷേപ്പിൻ്റെ വ്യതിയാനങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ നമുക്ക് നട്ടലിൻ്റെ L2 L3 അല്ലെങ്കിൽ ലംബാർ വെർട്ടിബ്രയിൽ ഇന്ന ഡിസ്കാണ് ബൾജായിരിക്കുന്നു എന്ന് നോക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ നമ്മൾ MRI സ്കാൻ എടുക്കുമ്പോൾ അവിടെയുള്ള ഡിസ്കിൻ്റെ ബൾജ് നമ്മൾ കാണുന്നു. അപ്പോൾ അതിനെ പരിഹരിക്കുന്നതിന് സർജറി കൂടാതെ തന്നെ നമുക്ക് ആ ഭാഗത്തുള്ള നോർമലി കാണേണ്ട ഷേപ്പിലേക്ക് ആ സ്പൈനെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്കിതിനെ പരിഹരിക്കാൻ പറ്റും. ഒരു വൃക്ഷത്തിൻ്റെ തായ്തടി പോലെയാണ് നമ്മുടെ നട്ടെല്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം എടുക്കണമെങ്കിൽ അവിടെ സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസ് വരുമ്പോൾ നമുക്ക് കഴുത്ത് തിരിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ കൈ ഉയർത്താൻ ബുദ്ധിമുട്ട് വരിക, ഫ്രോസൺ ഷോൾഡർ എന്നുള്ള കണ്ടീഷൻ വരിക, അല്ലെങ്കിൽ കൈകൾക്ക് മരവിപ്പ് വരിക. ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ സെർവൈക്കൽ സ്പൈൻ്റെ ഇഷ്യൂ ആണ്. അവിടെ നമുക്ക് ഡിസ്കുകൾക്ക് ബൾജ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ സെർവൈക്കൽ വെർട്ടിബ്രയ്ക്ക് സ്ഥാനഭ്രംശം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ആ സെർവൈക്കൽ സ്പൈൻ്റെ ഭാഗത്ത് അതിന് സ്വാഭാവികമായി ഉണ്ടായിരിക്കേണ്ട ഷേപ്പിന് വ്യതിയാനം വരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഒരു ലോഡോസിസ് അല്ലെങ്കിൽ അകത്തേക്കുള്ളൊരു ചെറിയ വളവ്, ആ വളവ് മിസ്സാകുമ്പോൾ അല്ലെങ്കിൽ സെർവൈക്കൽ സ്ട്രൈറ്റനിങ് എന്നൊരു കണ്ടീഷൻ വരുമ്പോഴാണ് സാധാരണ ഇത് സംഭവിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ നോർമലി ഉണ്ടായിരിക്കേണ്ട ഷേപ്പിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ കൊണ്ടുവരുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉടനടി തന്നെ മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് പലതിനും പരിഹാരം കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് തൊറാസിക് ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഹൈപ്പർ കൈഫോസിസ് അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ഇങ്ങനെ ഒരു വളവ് വരുമ്പോൾ ശരീരത്തിൻ്റെ ഷേപ്പ് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിനെ നമുക്ക് ഈ അലൈൻമെൻറ്റ് തെറാപ്പി വഴി കറക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ലംബാർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇടുപ്പിൻ്റെ ഭാഗത്തെ അകത്തേക്കുള്ള ലംബാർ ലോഡോസിസ്, അകത്തേക്കുള്ള വളവ് കൂടിപ്പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിക്ക് കുടവേറുണ്ടാവും. കാരണം നേരെ നിൽക്കുമ്പോൾ ആ വ്യക്തി പിറകിലേക്ക് വീഴുന്ന ഒരു ചാഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും ആളുടെ ഒരു പോസ്റ്റർ വരിക. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ വ്യക്തിക്ക് ഒരു കുടവേറ് രൂപപ്പെടുക. കാരണം ശരീരം തന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മസിൽ മാസ് ഫ്രണ്ടിൽ ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ എക്സസൈസ് കൊണ്ടോ മറ്റ് ആഹാര നിയന്ത്രണം കൊണ്ടോ ഒന്നും ഈ വയറ് മാത്രം പോകാറില്ല. അതിന് നമുക്ക് ഈസി ആയിട്ട് ഈ ലോഡോട്ടിക് കർവേച്ചറിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ സാധാരണ ഷേപ്പ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആ ലംബാറിൻ്റെ ഭാഗത്തുള്ള ഡിസ്ക് ബൾജുകൾ കറക്റ്റ് ചെയ്യാൻ എങ്ങനെയാണോ സ്വാഭാവികമായിട്ടൊരു ലംബാർ ഏരിയയിലുള്ള സ്പൈൻ്റെ ഷേപ്പ് വേണ്ടത് ആ ഷേപ്പിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ കൊണ്ടുവന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാം. ഉദാഹരണത്തിന് ലംബാർ വെർട്ടിബ്രയുടെ ഭാഗം ഇങ്ങനെ ചെറിയൊരു വളവാണ് വേണ്ടതെങ്കിൽ അവിടെ നമ്മൾ സ്ട്രൈറ്റനിങ് ആണ് കാണുന്നതെങ്കിൽ അവിടെ ഡിസ്ക് ബൾജ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആണ് ഈ ഇരിക്കുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആണ് ശരിക്കും ബൾജ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഷേപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പ്രശ്നം അവിടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇതിനെല്ലാം കറക്റ്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ തുടർന്ന് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതശൈലി
ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി പോസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ഒരു അലൈൻമെൻറ്റ് കറക്ഷനോട് കൂടി ഈ പ്രശ്നങ്ങളെല്ലാം ശാശ്വത പരിഹാരമാകുന്നില്ല. ആ വ്യക്തി തുടർന്ന് വരുന്ന തെറ്റായ ആ ഒരു ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ വ്യക്തി വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കൂ. ഉദാഹരണത്തിന് നിൽക്കുമ്പോൾ ഒരു കാലിലേക്ക് ഫുൾ ബോഡി വെയിറ്റ് കൊടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം വെയിറ്റ് കൊടുത്തിരിക്കുക. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ തെറ്റായ രീതിയിലുള്ളൊരു ശൈലിയിൽ ഇരുന്നു കൊണ്ട് വണ്ടി ഓടിക്കുക. ഇതെല്ലാം നമ്മൾ കണ്ടുവരുന്ന തെറ്റായ ശീലങ്ങളാണ്. അല്ലെങ്കിൽ ഒരാൾ സാധാരണഗതിയിൽ മലർന്നാണ് കിടക്കേണ്ടത്. ആ വ്യക്തി നേരെ മലർന്ന് കിടക്കാൻ പലപ്പോഴും പറ്റാത്തത് അലൈൻമെൻറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. കാരണം നമ്മുടെ ബാക്ക് ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മുടെ ബെഡിൽ ടച്ച് വരാതിരിക്കുമ്പോൾ ആൾക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് മറ്റു പോസ്റ്ററുകളിലേക്ക് ആ വ്യക്തിക്ക് മാറേണ്ടി വരും. സ്ഥിരമായിട്ടൊരു പോസ്റ്ററിലേക്ക് മാറുമ്പോൾ, തെറ്റായ പോസ്റ്റർ എടുക്കുമ്പോൾ നട്ടെല്ലിൻ്റെ ഷേപ്പിന് വ്യതിയാനം വരാൻ തുടങ്ങും. എങ്ങനെയാണോ കറക്റ്റായിട്ട് ഒരു നട്ടെല്ലിൻ്റെ ഷേപ്പ് ഇരിക്കേണ്ടത്, ആ ഷേപ്പിലിരിക്കുമ്പോൾ മാത്രമാണ് നട്ടെല്ലുകളിൽ നിന്ന് പല ഭാഗത്തേക്ക് പോകുന്ന നെർവുകളെല്ലാം കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ രീതിയിലേക്ക് നട്ടെല്ലിനെ കൊണ്ടുവരുന്ന ഒരു എഫക്റ്റീവായിട്ടൊരു ട്രീറ്റ്മെൻറ്റാണ് ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഇതിലൊരിക്കലും റിസ്ക് ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഒരു സാധാരണ അലൈൻമെൻറ്റുകളിൽ തെറാപ്പിസ്റ്റ് ചില ആക്ടിവിറ്റീസ് ചെയ്യുമെങ്കിലും ബോൺ അലൈൻമെൻറ്റ് തെറാപ്പിയിൽ പേഷ്യൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് കറക്ഷൻ സംഭവിക്കുക. തെറാപ്പിസ്റ്റ് ചില ഭാഗങ്ങളിൽ ചെറിയൊരു പ്രഷർ കൊടുത്തുകൊണ്ട് പേഷ്യൻറ്റിനെ കൊണ്ടാണ് ചില മൂവ്മെൻറ്റ്സ് ചെയ്യിക്കുക. ആ മൂവ്മെൻറ്റ്സ് പേഷ്യൻറ്റിന് പെയിൻഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ പേഷ്യൻ്റ് ആ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ റിസ്ക് വളരെ കുറവെന്ന് തന്നെ പറയാം. ഒരിക്കലും പേഷ്യൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സിനെ തെറാപ്പിസ്റ്റ് ഹൈജാക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ എഫക്റ്റീവുമാണ്, വളരെ റിസ്ക് കുറഞ്ഞതുമാണ്. മാത്രമല്ല ഭാരിച്ച ചിലവുകളുണ്ടാകുന്ന സർജറികളിൽ നിന്നെല്ലാം പല കേസുകൾക്കും നമുക്ക് ഈസിയായിട്ട് പരിഹാരം കാണാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി ഒരു നൂതന ചികിത്സാ രീതി മാത്രമല്ല, ഒരുപാട് പേർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വഴി കൂടിയാണ്. അതിന് നമ്മുടെ ഒരു സ്ലോഗൻ തന്നെ ആൾവേസ് ദെർ ഈസ് എ ഹോപ്പ് എന്ന് തന്നെയാണ്.